നമസ്കാരം. ഗുഡ് ഹെൽത്തിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വളരെ കോമൺ ആണ്. അതിന്റെ ചികിത്സാ രീതികളെ പറ്റി അറിയാന്നുള്ളത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ പറഞ്ഞു തരാൻ വേണ്ടി ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ അഖിലേഷ് ആണ്, പ്രൊഫസർ റെസ്പിറേറ്ററി മെഡിസിൻ, അമൃത ഹോസ്പിറ്റൽ. സെപ്റ്റംബർ 25 ലോക ശ്വാസകോശ ദിനമായിരുന്നല്ലോ. അപ്പോൾ അത് കുറേ കാലമായോ ആചരിക്കാൻ തുടങ്ങിയിട്ട്? അതിൻ്റെ പ്രാധാന്യം എന്താണ്? ആക്ച്വലി ലോക ശ്വാസകോശ ദിനമായിട്ട് ഈ ഒരു സെപ്റ്റംബർ 25 ആചരിക്കാനുള്ള തീരുമാനം 2016 ഫെഡറേഷൻ ഓഫ് ഇൻ്റർനാഷണൽ റെസ്പിറേറ്ററി സൊസൈറ്റി ആണ് ആദ്യമായിട്ട് പ്രഖ്യാപിച്ചത്. 2019 മുതൽ വിവിധ തീമുകളുമായിട്ട് നമ്മൾ ആചരിക്കുന്നുണ്ട്. നമ്മൾക്കറിയാം, കോവിഡിന് ശേഷം ശ്വാസകോശത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് എല്ലാവരും വളരെയധികം അവബോധം ഉള്ളവരാണ്. റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസും ശ്വാസകോശ സംബന്ധമായിട്ടുള്ള മറ്റ് പ്രശ്നങ്ങളും കൂടി വരുന്ന സാഹചര്യത്തിൽ ശ്വാസകോശത്തെ സംരക്ഷിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി പല വർഷങ്ങളിലായിട്ട് 2019 മുതൽ വർദ്ധിച്ച വീര്യത്തോടു കൂടി നമ്മൾ ഈ ശ്വാസകോശ ദിനം ആചരിച്ചു വരുന്നുണ്ട്. ഓരോ വർഷവും ഓരോ തീമുമായിട്ടാണ് ആചരിക്കുന്നത്. ഈ വർഷത്തെ തീം എന്തായിരുന്നു സർ? ഈ വർഷത്തെ ശ്വാസകോശ ദിനത്തിൻ്റെ തീം ആക്സസ് ടു പ്രിവെൻഷൻ ആൻഡ് ട്രീറ്റ്മെൻറ്റ് ഫോർ ഓൾ എന്നുള്ളതാണ്. അതായത് ഈ നേരത്തെ ചികിത്സ നിർണ്ണയിക്കാനും നേരത്തെ കൃത്യമായുള്ള രീതിയിൽ കണ്ടുപിടിക്കുവാനും എല്ലാവർക്കും സംവിധാനങ്ങൾ ഒരുക്കുക, ഓരോ ശ്വാസകോശ രോഗങ്ങൾ തടയുന്നതിന് എസ്പെഷ്യലി വാക്സിനേഷനുകൾ, ഇൻഹേലറുകൾ, ഓക്സിജനുകൾ ഇവരുടെയൊക്കെ ലഭ്യത പൂർണ്ണമായ രീതിയിൽ ഉറപ്പുവരുത്തുക, അങ്ങനെ ശ്വാസകോശത്തിൻ്റെ സംരക്ഷണത്തിന് ഉതകുന്ന രീതിയിലുള്ള കരുതൽ സാധിക്കുക. ഇതെല്ലാമാണ് പ്രധാനമായിട്ടും പ്രിവെൻഷൻ ആസ്പെക്റ്റ് ഉദ്ദേശിക്കുന്നത്. ട്രീറ്റ്മെൻറ്റിൽ ഇതുപോലെ തന്നെ ഇൻഹേലർ തെറാപ്പിയുടെ അവശ്യ ലഭ്യത ഉറപ്പുവരുത്തുക. ഇതെല്ലാമാണ് ഈ വർഷത്തെ ഒരു തീം. അത് ലോ ആൻഡ് മിഡിൽ ഇൻകം കൺട്രീസിൽ ഇപ്പോഴും അത് കൃത്യമായുള്ള രീതിയിലുള്ള ഒരു ലഭ്യത വരുത്തപ്പെട്ടിട്ടില്ല എന്നുള്ള ബോധ്യത്തിലാണ് ഇങ്ങനെയൊരു തീമുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില ശ്വാസകോശ അസുഖങ്ങൾ ഉണ്ടാവുമല്ലോ, അത് ഏതൊക്കെയാണെന്നൊന്ന് ചെറുതായിട്ട് പറയാമോ? വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ അണുബാധ സംബന്ധമായുള്ള അസുഖങ്ങളും അണുബാധയല്ലാത്ത ജീവിതശൈലി കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങളുമായിട്ട് നമുക്ക് തരംതിരിക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു ജീവിതശൈലി കൊണ്ടുണ്ടാകുന്ന ചില അസുഖങ്ങളെക്കുറിച്ച് പരിചയപ്പെടുത്താം. ഒന്നാമത് COPD. പ്രധാനമായിട്ടും ഈ പുകവലി കാരണം ഉണ്ടാകുന്ന അസുഖമാണ് COPD. മറ്റ് ചില കാര്യങ്ങൾ, അന്തരീക്ഷത്തിലെ മലിനീകരണവും എല്ലാം COPD ഉണ്ടാക്കാനുള്ള കാരണമുണ്ട്. അപ്പോൾ ശ്വാസനാളത്തിലെ ഒരു ചുരുക്കം സംഭവിക്കുകയും ശ്വാസകോശത്തിന് സങ്കോചിക്കാനും വികസിക്കാനുമുള്ള കപ്പാസിറ്റി കുറയുകയും ചെയ്യുന്ന ഒരു അസുഖമാണ് COPD. ഈ ഇത്തരം ആളുകളിൽ പ്രധാനമായിട്ടും ഒരു സ്ഥിരമായിട്ടുള്ള ചുമ, കഫക്കെട്ട്, നടക്കുമ്പോൾ ഉണ്ടാകുന്ന കിതപ്പ്, ഇതെല്ലാമാണ് പ്രത്യക്ഷപ്പെടുന്നത്. ആസ്മ ജനിതകപരമായുള്ള കാരണങ്ങളാണ് ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ കാലാവസ്ഥാ വ്യതിയാനം, അന്തരീക്ഷ മലിനീകരണം, ഇതെല്ലാം ആസ്മ വർദ്ധിപ്പിക്കാനുള്ള ചില കാരണങ്ങളാണ്. ലങ്സിന് ചുരുക്കം, ശ്വാസകോശ ചുരുക്കങ്ങൾ പല കാരണങ്ങളാൽ ഉണ്ടാകുന്നുണ്ട്. ഇതുപോലെ തന്നെ ചില പ്രത്യേക വസ്തുക്കളോടുള്ള അലർജി, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ നമ്മൾ വളർത്തുമൃഗങ്ങൾ, വളർത്തു പക്ഷികൾ ഇവയോടുള്ള അലർജികൾ, തൊഴിൽജന്യമായുള്ള രോഗങ്ങൾ, ഇതെല്ലാം ശ്വാസകോശ ചുരുക്കത്തിന് കാരണമാകാം. പ്രത്യേകിച്ച് കാരണങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റാത്ത ഇഡിയോപ്പതിക് പൾമണറി ഫൈബ്രോസിസ് എന്നുള്ള ഒരു വിഭാഗവും ഇവയിലുണ്ട്. വാതജന്യ രോഗങ്ങളും ശ്വാസകോശ ചുരുക്കത്തിന് കാരണമാകാം. മറ്റു ചില അസുഖങ്ങൾ താരതമ്യേന കുറവായിട്ട് കാണുന്നതാണ്. എങ്കിലും ഈ അടുത്ത കാലത്തായിട്ട് കൂടുതലായിട്ട് കണ്ടുവരുന്ന പ്രശ്നങ്ങളാണ് കോവിഡാനന്തര രോഗങ്ങൾ, കോവിഡാനന്തര ശ്വാസകോശ രോഗങ്ങളും കൂർക്കം വലിയോട് അനുബന്ധമായുള്ള രോഗങ്ങളും. ഇൻഹേലേഴ്സിനെ പറ്റിയിട്ടേ നമുക്കിപ്പോൾ വലിയ ക്ലാരിറ്റി ഇല്ല, എന്നാൽ നമ്മൾ അധികം ആളുകൾ അത് യൂസ് ചെയ്യണതായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ? അതോ അത് എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ്, എന്തൊക്കെ അസുഖങ്ങൾക്കാണ് അതൊരു ട്രീറ്റ്മെൻറ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യുക? ഇൻഹേലർ തെറാപ്പിയെക്കുറിച്ച് ഒരുപാട് മിഥ്യാധാരണകൾ നിലവിലുണ്ട്. ഞാൻ അതിനെക്കുറിച്ചുള്ള വാസ്തവങ്ങളിലേക്ക് മാത്രം കടക്കാം. ഇൻഹേലറുകൾ മരുന്ന് എത്തിക്കാനുള്ള ഒരു മാർഗം അഥവാ ഒരു വാഹനമായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ്. അതായത് നമ്മൾ ഗുളികയായിട്ട് കഴിക്കാം, ഇഞ്ചക്ഷനുകളായിട്ട് ഉപയോഗിക്കാം. അതേപോലെ തന്നെ മരുന്ന് കൃത്യമായിട്ട് എത്തിക്കാനുള്ള ഒരു മാർഗം മാത്രമാണ് ഇൻഹേലറുകൾ. നമുക്ക് പ്രധാനമായിട്ടും ഇൻഹേലർ ചികിത്സ ഇപ്പോൾ നിലവിലുള്ളത് ശ്വാസകോശ രോഗങ്ങൾക്കാണ്. ശ്വാസകോശത്തിന് അഥവാ ശ്വാസനാളത്തിന് നീർക്കെട്ടുണ്ടാകുന്ന ആസ്തമ, COPD എന്നീ രോഗങ്ങൾക്കും പിന്നെ ഈ ചില വൈറൽ ഇൻഫെക്ഷനെല്ലാം കാരണമുണ്ടാകുന്ന ശ്വാസനാളത്തിന് നീർക്കെട്ടുകൾക്കുമാണ് പ്രധാനമായിട്ടും ഇൻഹേലറുകൾ ഉപയോഗിച്ച് കണ്ടുവരുന്നത്. പ്രധാനമായിട്ടും ആസ്മ, COPD രോഗികൾക്കാണ് ഇൻഹേലറുകൾ നമുക്ക് വേണ്ടി വരുന്നത്. ഇൻഹേലറുകളുടെ കണ്ടൻറ്റ് ഓരോ രോഗത്തിനനുസരിച്ചും വ്യത്യാസമുള്ളതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നമുക്ക് ആസ്മ പോലുള്ള ആളുകൾക്ക് ശ്വാസനാളത്തിൽ നീർക്കെട്ട് കുറയ്ക്കുന്നതിനുള്ള
സ്റ്റിറോയിഡ് ഉൾപ്പെടെയുള്ള മരുന്നുകൾ വേണ്ടി വന്നേക്കാം. അപ്പോൾ ഇൻഹേലറുകൾ അല്ലാതെ മരുന്നുകളായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ, ഗുളികകളായിട്ടോ ഇഞ്ചക്ഷനായിട്ടോ ഉപയോഗിക്കുകയാണെങ്കിൽ ഡോസ് കൂടുതലായിട്ട് വരികയും സിസ്റ്റമിക് അബ്സോർഷൻ കൂടുതലായിട്ട് വരികയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ ഇൻഹേലറുകൾ കൃത്യമായ അളവിൽ അഥവാ ചെറിയൊരു അളവിൽ മാത്രമേ നമ്മളുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നുള്ളൂ. വേണ്ട ഭാഗങ്ങളിൽ മാത്രം, അതായത് ശ്വാസനാളത്തിനാണ് ഇത് എത്തേണ്ടത്. അപ്പോൾ ശ്വാസനാളത്തിലേക്ക് മാത്രമാണ് ഇത് കാര്യമായിട്ട് വരുന്നത്. സൈഡ് എഫക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. സിസ്റ്റമിക് അബ്സോർഷൻ ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കുറവാണ്. ഏറ്റവും സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെഡിസിൻ തന്നെയാണ് ഇൻഹേലറുകൾ. ഇൻഹേലറുകൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിർത്താൻ സാധിക്കില്ല എന്നുള്ള ഒരു മിഥ്യാധാരണകളുണ്ട്. ഒരിക്കലും ഇൻഹേലർ ഒരു അഡിക്ഷൻ ഉണ്ടാക്കുന്ന മരുന്നല്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മരുന്ന് എത്തിക്കാനുള്ള ഒരു മാർഗം മാത്രമാണ്. ഓരോ രോഗത്തിൻ്റെ അവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടാണ് എത്ര കാലം ഇൻഹേലറുകൾ ഉപയോഗിക്കേണ്ടി വരും എന്നുള്ളത് തീരുമാനിക്കുന്നത്. ആസ്മ പോലുള്ള അസുഖങ്ങളിൽ നമ്മുടെ രോഗത്തിൻ്റെ തീവ്രത കുറയുന്നതിനനുസരിച്ച് നമ്മൾക്ക് ഇൻഹേലറുകൾ കുറച്ച് കൊണ്ടുവരുവാനും നിർത്താനും വരെ സാധിക്കും. അത് അതിൻ്റെ തീവ്രത അളക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ നിലവിലുണ്ട്. ഇപ്പം നമ്മൾ സർ ആസ്മയെ പറ്റി പറഞ്ഞല്ലോ. ആസ്മ വളരെ കോമൺ ആണ്. അത് ക്യൂറബിൾ ആയിട്ടുള്ള ഒരു ഡിസീസാണ് ആസ്മ. ആസ്മ പ്രധാനമായിട്ടും പല കാരണങ്ങൾ കൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വരാവുന്നതാണ്. അലർജിയാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. രണ്ടാമത് ഒരു ജനിതക കാരണങ്ങളുണ്ട്. കാരണം നമ്മളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ആസ്മയുള്ള ആളുകളുടെ വീടുകളിൽ നമ്മൾ പരിശോധിച്ചാൽ 1-2 തലമുറയിൽപ്പെട്ട ആളുകൾക്കും ആസ്മ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ആസ്മ പൂർണ്ണമായിട്ടും മാറുന്നതാണ് എന്ന് നമുക്ക് അവകാശപ്പെടാൻ സാധിക്കുകയില്ല. മരുന്നുകൾ ഉപയോഗിച്ച് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് നിർത്താൻ സാധിക്കുന്നതാണ്. ആസ്മയെ പലതായിട്ട് തിരിക്കാം. വല്ലപ്പോഴും വരുന്ന ആസ്മയായിട്ടോ അതല്ലെങ്കിൽ കാലാവസ്ഥയ്ക്കനുസരിച്ച് വരുന്ന ആസ്മയായിട്ടോ, സ്ഥിരമായിട്ട് ഈ കുറുങ്ങൽ, കിതപ്പ്, ചുമ ഇതുപോലെ വരുന്ന ആസ്മയായിട്ടും എല്ലാം നമുക്ക് തിരിക്കാം. അപ്പോൾ ഇതിൻ്റെ തീവ്രതയ്ക്കനുസരിച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ചികിത്സാ രീതികൾ പോലും നിർണ്ണയിക്കപ്പെടുന്നത്. പൂർണ്ണമായിട്ടും അത് മാറ്റാൻ സാധിക്കില്ലെങ്കിലും പൂർണ്ണമായിട്ടും നമുക്കത് വരുതിയിൽ നിർത്താൻ സാധിക്കുന്നതാണ്. കൃത്യമായിട്ടുള്ള മരുന്നുകൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിന് കാരണമായിട്ടുള്ള കാരണങ്ങൾ കണ്ടെത്തി അതിനെ നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിച്ചാൽ, ഫോർ എക്സാമ്പിൾ നമ്മളുടെ വീട്ടിലും പരിസരങ്ങളിലും ഉണ്ടാകുന്ന ഒരു പൊല്യൂഷൻ അഥവാ മാലിന്യങ്ങൾ, ചിലരുടെ വീടുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷികളെല്ലാം വളർത്തുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം ഒഴിവാക്കാൻ സാധിക്കുകയാണെങ്കിൽ, അലർജി ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുകയാണെങ്കിൽ, അലർജി വരുതിയിൽ നിർത്താൻ സാധിക്കുകയാണെങ്കിൽ, ഇതെല്ലാം ആസ്മ ഒരു വിധത്തിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന കാരണങ്ങളാണ്. നമുക്ക് അപ്പോൾ ഇതിനെ കുറയ്ക്കാൻ മാത്രമേ പറ്റുള്ളൂ, അല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് ഒരാളുടെ ലൈഫിൽ നിന്ന് ആസ്മയെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും? ആസ്മ പൂർണ്ണമായിട്ടും മാറും എന്ന് നമ്മുടെ ശാസ്ത്രശാഖയ്ക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. ആസ്മ അല്ലെങ്കിലും മാറാൻ സാധിക്കില്ല. കാരണം ആസ്മ കംപ്ലീറ്റ് മാറിയെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ പോലും ഒരു നിശ്ചിത ശതമാനം ആളുകൾക്ക് അവരുടെ പിന്നീടുള്ള ജീവിതത്തിൽ, അതായത് ഒരു ഏജ് വരുന്ന സമയത്ത്, ഒരു 60-നോ 70-നോ ഒക്കെ വരുന്ന സമയത്ത് വീണ്ടും വരുന്നതായിട്ട് കാണാം. അതിന് പലതരം കാരണങ്ങളുണ്ട്. നമ്മളുടെ ജോലി സംബന്ധമായിട്ടുള്ള ഒരു എക്സ്പോഷറോ മറ്റുള്ള സ്മോക്കിംഗ് പോലുള്ള അഡിക്ഷൻസുകളോ ഇതെല്ലാം ഇതിനെ വർദ്ധിപ്പിക്കുന്നതായിട്ട് കാണാം. പക്ഷേ ഇത് വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട്. എല്ലാവർക്കും വരണമെന്ന് നിർബന്ധവുമില്ല. COPD എന്ന് പറഞ്ഞ ഒരു അസുഖത്തിനെ പറ്റി സാർ കുറച്ച് മുന്നേ പറഞ്ഞു. അതെന്താണ്? അത് പുകവലി മാത്രം കാരണം വരുന്ന ഒരു അസുഖമാണോ, അതോ വേറെ കാരണങ്ങളുണ്ടോ അതിന്? COPD ലോകത്ത് മരണത്തിന് കാരണമായിട്ടുള്ള 3ാമത്തെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. ജീവിതശൈലി രോഗങ്ങളിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് തന്നെ COPDയെ നമുക്ക് കണക്കാക്കാം. ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് എന്നാണ് അത് പൂർണ്ണമായിട്ട് നമുക്ക് വിളിക്കാൻ സാധിക്കുന്നത്. അതായത് ശ്വാസനാളത്തിനകത്ത് നിരന്തരം നീർക്കെട്ടുണ്ടാക്കുകയും ശ്വാസകോശത്തിന് സങ്കോചിക്കാനും വികസിക്കാനുമുള്ള കഴിവ് നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ്. ഇതിന് പല പല ക്ലാസിഫിക്കേഷനുകളുണ്ട്. നമുക്ക് ബ്രോങ്കൈറ്റിസ് അഥവാ എപ്പോഴും ചുമയും കഫക്കെട്ടും എല്ലാം ഉണ്ടാകുന്ന ഒരവസ്ഥ, അങ്ങനെയുള്ള ഒരു വിഭാഗം പേഷ്യൻസിന് COPDയിൽ തന്നെ പെടുത്താവുന്നതാണ്. മറ്റു ചില ആളുകൾ, വളരെ മെലിഞ്ഞിരിക്കുന്ന ചില ആളുകളിൽ നിന്ന് കണ്ടിട്ടുണ്ടാകാം, അങ്ങനെയുള്ള ആളുകൾക്ക് നല്ല സ്ഥിരമായുള്ള കിതപ്പ് ആയിട്ടായിരിക്കും വരുന്നത്. അവർക്കാണ് ഈ സങ്കോചിക്കാനും വികസിക്കാനുമുള്ള ബുദ്ധിമുട്ട് കൂടുതലായിട്ട് വരുന്നത്. നിത്യവും ചെയ്യുന്ന പല കാര്യങ്ങളും പേഷ്യൻസിന് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരികയും അതുപോലെ തന്നെ ഓക്സിജൻ പോലുള്ള സാമഗ്രികളുടെ ഉപയോഗം വേണ്ടി വരികയും ചെയ്യാം. ഇനി നേരത്തെ സൂചിപ്പിച്ച പോലെ പുകവലിയാണ് ഈ COPD എന്ന രോഗത്തിൻ്റെ പ്രധാന കാരണമായിട്ട് നമ്മൾ കൂടുതൽ കാലവും വിശ്വസിച്ചിരുന്നത്. എന്നാൽ പിന്നീട് പല പല പരീക്ഷണങ്ങളുടെ ഫലമായി നമ്മൾ കണ്ടുപിടിക്കപ്പെട്ടുള്ളത് COPD ഈ മലിനീകരണം, അന്തരീക്ഷ മലിനീകരണം കാരണമോ നേരത്തെ വന്നിട്ടുള്ള ഇൻഫെക്ഷൻസ്,
അഥവാ ട്യൂബർക്ലോസിസ്, നേരത്തെ പറഞ്ഞുള്ള ന്യൂമോണിയ, ഇതിൻ്റെയൊക്കെ ഫലമായിട്ടും COPD വരാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം ഈ സ്ത്രീകളിൽ COPD പൊതുവേ കൂടുതലായിട്ട് കണ്ടുവരുന്നത് വീട്ടിനകത്തുള്ള പുക, പ്രത്യേകിച്ച് നമ്മൾ പാചകത്തിനെല്ലാം ഉപയോഗിക്കുന്ന പുക, കരിയില ഇട്ട് കത്തിക്കുക, ഇങ്ങനെയുള്ള കാരണങ്ങൾ, വീട്ടിൽ മറ്റുള്ളവർ ഉപയോഗിക്കുന്ന പുക ശ്വസിക്കുന്നത് മൂലം, അതായത് പുകവലി ഭാഗമായിട്ടുള്ള പുക ശ്വസിക്കുന്നത് മൂലം, ഇതെല്ലാം തന്നെ നമ്മൾക്ക് COPD വരാനുള്ള കാരണങ്ങളാണ്. അപ്പോൾ പുക വലിക്കുന്ന ഒരാളിനെ സംബന്ധിച്ച് അത് ശ്വസിക്കണതാണോ കുറച്ചും കൂടെ ഡേഞ്ചറസ് ആയിട്ടുള്ളത്? നമുക്ക് പാസീവ് സ്മോക്കിംഗ് ആണ് കൂടുതൽ ഡേഞ്ചറസ് ആയിട്ട് നമുക്ക് കണക്കാക്കാവുന്നത്. ഓക്കെ സോറി, ഇപ്പോൾ കൂർക്കം വലി ഭയങ്കര കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം നമ്മൾ അതിന് ചികിത്സ തേടേണ്ട സമയം എപ്പോഴാണ്? പിന്നെ സ്ലീപ്പ് അപ്നിയനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യം എന്താണ്? കൂർക്കം വലി പ്രധാനമായിട്ടും നമ്മളുടെ ഓറോഫാരിങ്സിൽ ഒരു ചെറിയ തടസ്സം വരുമ്പോഴുണ്ടാവുന്ന ഒരു പ്രശ്നം തന്നെയാണ്. പൊസിഷൻ വേരിയേഷൻ കൊണ്ട് വരുമോ? അത് വരാം. ചില പ്രത്യേക പൊസിഷൻ, പ്രത്യേകിച്ച് മലന്ന് കിടക്കുന്ന ആളുകൾക്ക് സുപ്പൈൻ പൊസിഷനിലുള്ള ഒരു സ്ലീപ്പ് അപ്നിയ കൂടുതലായിട്ട് കാണപ്പെട്ട് വരുന്നുണ്ട്. എന്നാൽ കൂർക്കം വലിയും സ്ലീപ്പ് അപ്നിയും പൂർണ്ണമായിട്ട് ഒന്നാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കൂർക്കം വലി സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്ന അസുഖത്തിൻ്റെ ലക്ഷണങ്ങളാണ്. എന്താണ് സ്ലീപ്പ് അപ്നിയ എന്ന് പറഞ്ഞാൽ? പ്രധാനമായിട്ടും കൂർക്കം വലിക്കാം, ഒരു ശ്വാസം കുറച്ച് നേരത്തേക്ക് നിന്നു പോകുന്ന ഒരവസ്ഥ, പകലെല്ലാം കൂടുതലായിട്ട് ഉറക്കം തൂങ്ങുന്ന ഒരു അവസ്ഥ, പ്രത്യേകിച്ച് നമ്മൾ ഒരു വണ്ടി ഓടിക്കുമ്പോൾ പോലും, അല്ലെങ്കിൽ അശ്രദ്ധമായിട്ടിരിക്കുന്ന ഒരു സിനിമ കാണുമ്പോഴോ ഒരു പത്രം വായിക്കുമ്പോഴോ എല്ലാം ഉറങ്ങിപ്പോകുന്ന അവസ്ഥ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് കൂടുതലും ഈ സ്ലീപ്പ് അപ്നിയയുടെ ലക്ഷണങ്ങളായിട്ട് കണക്കാക്കുന്നത്. മറ്റുള്ള ആളുകൾക്ക് രാത്രി ഒരുപാട് പ്രാവശ്യം മൂത്രമൊഴിക്കാൻ അവസ്ഥ വരുന്നത്, അത് നൊക്ചൂറിയ എന്ന് പറയും. ഇതെല്ലാം സ്ലീപ്പ് അപ്നിയയുടെ ഒരു ഇൻഡയറക്റ്റ് സയൻസാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വളരെയധികം പ്രസക്തമായ ഒരു പൊതുജനാരോഗ്യ പ്രസക്തിയുള്ള ഒരു സംഭവമാണ് ഈ സ്ലീപ്പ് അപ്നിയ. പ്രത്യേകിച്ച് ഡ്രൈവർമാരിൽ ഇങ്ങനെയുള്ള ലക്ഷണങ്ങളുണ്ടെങ്കിൽ ഒരുപാട് റോഡ് ട്രാഫിക് ആക്സിഡൻ്റ് ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെയധികം ഈ സ്ലീപ്പ് അപ്നിയക്കുണ്ട്. അതേപോലെ മറ്റസുഖങ്ങൾ, ഈ സ്ലീപ്പ് അപ്നിയ ഉള്ള ആളുകളിൽ കാർഡിയാക് പ്രോബ്ലം, ഹാർട്ട് അറ്റാക്കുകളും അരിത്മിയാസ് ഇതുപോലുള്ള കാർഡിയാക് പ്രോബ്ലം ഉണ്ടാവാനുള്ള സാധ്യത, സ്ട്രോക്ക് ഉണ്ടാവാനുള്ള സാധ്യത, ഇതെല്ലാം നമുക്ക് കൂടുതലായിട്ട് കാണുന്നതാണ്. അതുപോലെ ആസ്മ, COPD പോലുള്ള അസുഖങ്ങൾ വർദ്ധിപ്പിക്കുവാനും ഈ സ്ലീപ്പ് അപ്നിയ കാരണമായേക്കാം. ഈ ശ്വാസകോശം ചുരുങ്ങുക എന്ന് നമ്മൾ പറയാറുണ്ട് ചില ആളുകളിൽ. അതിൻ്റെ കാരണങ്ങൾ എന്താണ്? അത് പ്രായത്തിൽ വെച്ചിട്ടാണോ അതോ ജനറ്റിക്കായിട്ട് വരുന്ന ഒരു അസുഖമാണോ? എങ്ങനെയാണ്? നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ശ്വാസകോശം ചുരുങ്ങുന്നത് പല പ്രായക്കാരിലും പലതരത്തിലുള്ള കാരണങ്ങൾ കൊണ്ടാണ് ശ്വാസകോശ ചുരുക്കം അഥവാ പൾമണറി ഫൈബ്രോസിസ് വരുന്നത്. ഇപ്പോൾ ഒരു മിഡിൽ ഏജ് ആണെങ്കിൽ കൂടുതൽ ഒരു വാദസംബന്ധമായുള്ള അസുഖങ്ങൾ, റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ്, SLE, സ്ക്ലീറോഡെർമ, ഇങ്ങനെ പലതര കാരണങ്ങൾ കൊണ്ട് ഈ ശ്വാസകോശ ചുരുക്കം വരാവുന്നതാണ്. പുരുഷന്മാരിലും സ്ത്രീകളിലും അത് വ്യത്യാസപ്പെട്ടിരിക്കും. അതേപോലെ പ്രായമായി കഴിയുന്ന ആളുകളിൽ കൂടുതൽ ഇഡിയോപ്പതിക് പൾമണറി ഫൈബ്രോസിസ്, പ്രത്യേകിച്ച് കാരണങ്ങൾ നിർണ്ണയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ശ്വാസകോശ ചുരുക്കം കാണാം. ഈ തൊഴിൽജന്യ രോഗങ്ങളിൽ ഇതുപോലെ തന്നെ ശ്വാസകോശ ചുരുക്കം കാണാം. ഡെപ്പോസിഷണൽ ലങ് ഡിസീസ് എന്ന് പറയും, അതിലും ശ്വാസകോശ ചുരുക്കം കാണാവുന്നതാണ്. ശ്വാസകോശ ചുരുക്കം എന്ന് വെച്ചാൽ നമ്മുടെ ഇൻറ്റർസ്റ്റീഷ്യം എന്ന് പറയുന്ന ഒരു ഭാഗത്ത് തിക്കണിങ് വരികയും അഥവാ കട്ടി ഉണ്ടാവുകയും അതിനുശേഷം ശ്വാസകോശം സങ്കോചിക്കാനും വികസിക്കാനും തടസ്സപ്പെടുകയും ഓക്സിജൻ്റെ പ്രവാഹം ശരിയായ രീതിയിൽ നടക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയെയാണ് പൾമണറി ഫൈബ്രോസിസ് എന്ന് പറയുന്നത്. കാരണങ്ങൾ ഓരോ ഏജ് ഗ്രൂപ്പിലും ഓരോ ജെൻഡറിനും ഡിഫറൻ്റ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. ഇങ്ങനെയുള്ള ആളുകളിൽ പ്രധാനമായിട്ടും രോഗത്തിന് കാരണം എന്താണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തൊഴിൽജന്യ രോഗങ്ങളാണെങ്കിൽ ആ തൊഴിലിടങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഹൈപ്പർ സെൻസിറ്റിവിറ്റി ന്യൂമോണൈറ്റിസ് എന്ന് പറയും, അലർജി സംബന്ധമായുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് വീടുകളിൽ ഇപ്പോൾ ലവ് ബേഡ്സ്, പക്ഷികൾ, ഇവരെല്ലാം ഒരു പോൾട്രി ഫാം, ഇതെല്ലാം നടത്തുന്ന ആളുകൾക്ക് ഇത് ഇങ്ങനെ വരാം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്നും ഈ വസ്തുക്കൾ ഒഴിച്ചു നിർത്തുക. അതോടൊപ്പം തന്നെ നീർക്കെട്ട് കുറയ്ക്കുവാനുള്ള സ്റ്റീറോയിഡുകളോ ഉൾപ്പെടെയുള്ള മരുന്നുകൾ, നീർക്കെട്ട് കുറയ്ക്കുന്ന മരുന്നുകൾ ഉപയോഗിക്കുക. ഇപ്പോൾ സ്റ്റീറോയിഡുകൾ ഉപയോഗിക്കാൻ പറ്റാത്ത ആൾക്കാരിൽ മറ്റുള്ള തരത്തിലുള്ള മൈക്കോഫെൻലേറ്റ് എന്ന് പോലെയുള്ള മറ്റു ചില ഇമ്മ്യൂണോ സപ്രസൻസ് മെഡിസിൻസും ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ചില അസുഖങ്ങളിൽ ഞാൻ സൂചിപ്പിച്ച പോലെ കാരണം കണ്ടുപിടിച്ചപ്പോൾ വാദസംബന്ധമായുള്ള അസുഖങ്ങളിൽ എന്താണ് കാരണമെന്ന് കണ്ടുപിടിച്ച് അത് ചികിത്സിക്കേണ്ട ആവശ്യം വന്നേക്കാം. റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആണോ, SLE ആണോ, ഇങ്ങനെയുള്ള കണ്ടുപിടിച്ച് ഒരു റുമറ്റോളജിസ്റ്റിൻ്റെ കൂടി സഹായത്തോടു കൂടി നമ്മൾക്ക് ചികിത്സിക്കേണ്ടി വന്നേക്കാം. എന്നാൽ മറ്റു ചില അസുഖങ്ങളിൽ നമ്മൾക്ക് പ്രത്യേക ചികിത്സ, ഇഡിയോപ്പതിക് പൾമണറി ഫൈബ്രോസിസ് പോലെയുള്ള അസുഖങ്ങളിൽ നമുക്ക് പ്രത്യേക ചികിത്സാ രീതികൾ നിലവിലില്ല. ഫൈബ്രോസിസ് കുറയ്ക്കുവാൻ ഉപയോഗിക്കുന്ന ചില മരുന്നുകൾ,
പെർഫിനഡോൺ പോലെയുള്ള ചില മരുന്നുകൾ നിലവിലുണ്ട്. നിൻഡഡാനി പോലുള്ള ചില മരുന്നുകൾ നിലവിലുണ്ട്. ഓക്സിജൻ തെറാപ്പി, ലങ് ട്രാൻസ്പ്ലാന്റേഷൻ എന്നിവയൊക്കെയാണ് ഇതിനുള്ള മറ്റ് പരിഹാര മാർഗ്ഗങ്ങൾ. ഇതോടൊപ്പം തന്നെ ശ്വാസകോശ പുനരധിവാസ ചികിത്സ ഇതിന് വളരെയധികം നിർണായകമാണ്. ശ്വാസകോശ പുനരധിവാസ ചികിത്സ എത്രയും നേരത്തെ ഈ ഇൻറ്റർസ്റ്റീഷ്യൽ ലങ് ഡിസീസ് അഥവാ പൾമണറി ഫൈബ്രോസിസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് കിതപ്പ്, ചുമ ഇതുപോലുള്ള അസുഖങ്ങൾ കുറേയൊക്കെ കൺട്രോൾ ചെയ്ത് നിർത്താൻ സാധിക്കുന്നതാണെന്നാണ് പുതിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇപ്പം നമ്മൾ ഈ ശ്വാസകോശാസുഖം വരുമ്പോഴേ നമ്മൾ ഈ മരുന്നുകളെ പറ്റി പറഞ്ഞു. ഈ മരുന്നുകളുടെ കൂടെ നമ്മൾ യോഗ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണത് ഇതിന് ഹെൽപ്ഫുൾ ആയിരിക്കുമോ, അതോ അതിനൊരു റോളും ഇല്ലേ? ഇതാണ് ഞാൻ സൂചിപ്പിച്ച ശ്വാസകോശ പുനരധിവാസ ചികിത്സ. ശ്വാസകോശ പുനരധിവാസ ചികിത്സ എന്തിനാണെന്ന് വിചാരിച്ചാൽ, ഫോർ എക്സാമ്പിൾ ഒരു ഇരുമ്പ് സാമഗ്രി കുറേ കാലം അനങ്ങാതിരുന്നു കഴിഞ്ഞാൽ തുരുമ്പ് പിടിക്കും. അതുപോലെ നമ്മളുടെ ശരീരത്തിലെ പല പേശികൾക്കും കാര്യമായിട്ടുള്ള മൂവ്മെൻറ്റുകൾ ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ കുറേ കാലം കഴിയുമ്പോൾ അത് നീർക്കെട്ട് വരികയും മസിലുകൾ ചുരുങ്ങുകയും ചെയ്യും. മസിലിൻ്റെ പേശികൾക്ക് എണ്ണവും അളവും കുറയുകയും ചെയ്യും. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ കിതപ്പ് വരുമ്പോഴേക്കും നമ്മൾക്കുള്ള ജനറൽ ടെൻഡൻസി എന്താണ്? നമ്മളധികം നടക്കാതിരിക്കുക, സ്റ്റെപ്പ് കയറാതിരിക്കുക, മറ്റ് മാർഗ്ഗങ്ങൾ സ്വീകരിക്കുക. ഇതെല്ലാമാണ് സാധാരണഗതിയിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന ഇപ്പോൾ COPD-യിലാവട്ടെ അതുപോലെ പൾമണറി ഫൈബ്രോസിലാവട്ടെ പ്രധാനപ്പെട്ട ഒരു സിംറ്റം കിതപ്പ് തന്നെയാണ്. പ്രത്യേകിച്ച് നടക്കുമ്പോഴോ സ്റ്റെപ്പുകൾ കയറുമ്പോഴോ ഉണ്ടാകുന്ന കിതപ്പ്. ഇങ്ങനെ കിതപ്പ് വരുന്ന സമയത്ത് നമ്മൾ നടക്കാതിരിക്കുന്നു, പേശികൾ ചുരുങ്ങുന്നു. അപ്പോൾ നമ്മൾക്ക് ഇതെല്ലാം നമുക്ക് ഉത്തേജിപ്പിക്കേണ്ട ഒരാവശ്യമുണ്ട്. ഇതിന് ഒരു റീഹാബിലിറ്റേഷൻ സ്പെഷ്യലിസ്റ്റിൻ്റെ സേവനം ഉപയോഗിച്ച് കറക്റ്റായിട്ടുള്ള രീതിയിൽ എത്രമാത്രം ഒരു എക്സസൈസുകൾ ചെയ്യാൻ സാധിക്കും, വ്യായാമം ചെയ്യാൻ സാധിക്കും എന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് വ്യായാമം ചെയ്യണം. അത് യോഗ മാത്രമല്ല, യോഗ ഇതിൻ്റെ ചെറിയൊരു ഭാഗമായിട്ട് വേണമെങ്കിൽ കണക്കാക്കാം. പക്ഷേ യോഗ എന്ന് പറഞ്ഞ യോഗയ്ക്ക് വളരെ കാര്യമായുള്ള രീതിയിൽ ഒരു ഇൻഫ്ലുവൻസ് ഒന്നും പറയാൻ സാധിക്കില്ല. യോഗ നമുക്ക് മാനസിക സമ്മർദ്ദം കുറയ്ക്കുവാൻ സാധിക്കും. പക്ഷേ മറ്റുള്ള പ്രത്യേകിച്ച് ലോവർ ലിം എൻഡ്യൂറൻസ് ട്രെയിനിങ്ങിനാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഒരു റോളുള്ളത്. എയർവേ ക്ലിയറൻസ് ടെക്നിക് പോലുള്ള ചില ശ്വാസകോശ പുനരധിവാസ ചികിത്സാ രീതികൾ ബ്രോങ്കിയക്ടാസിസ്, COPD പോലുള്ള അസുഖങ്ങളിൽ കഫം ഒരുപാട് കളയുന്നതിന് വേണ്ടിയിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇപ്പോൾ കോവിഡ് വന്ന സമയത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ നേരിട്ട കാര്യമാണ് ബ്രീതിങ് ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത്. അപ്പോൾ കോവിഡ് കഴിഞ്ഞ പേഷ്യൻസ് കുറേ പേര് പറയണ കേട്ടിട്ടുണ്ട്, അവർക്ക് അധികം നടക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ മുന്നേ ഒരു വർഷത്തിൻ്റെ വ്യത്യാസത്തിൽ തന്നെ അവർക്ക് പല ശാരീരികമായിട്ടുള്ള മാറ്റങ്ങൾ പ്രത്യേകിച്ച് ശ്വാസകോശത്തിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പുതിയതായിട്ട് കണ്ടുവരുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ പേഷ്യൻസിൽ, അതോ അത് കൂടിയോ? കോവിഡിന് ശേഷം ഉണ്ടായിട്ടുള്ള പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ നമുക്ക് 2-3 വേരിയൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ ഡെൽറ്റ വേരിയൻറ്റിലെല്ലാം നമുക്ക് കൂടുതലും ശ്വാസകോശ ചുരുക്കമായിട്ടാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ പിന്നീട് നമ്മൾ കാണുന്നത് ഈ രക്തക്കുഴലുകളിൽ ക്ലോട്ട് ഉണ്ടായി പൾമണറി എംബോളിസം പോലുള്ള അസുഖങ്ങൾ ഉണ്ടായതായിട്ട് നമ്മൾ കാണുന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കൂടുതൽ ഒമിക്രോൺ വെറൈറ്റിക്ക് ശേഷം നമ്മൾ കൂടുതലായിട്ട് ഒബ്സർവ് ചെയ്തിട്ടുള്ള 2-3 കാര്യങ്ങളെന്ന് വെച്ചാൽ, നേരത്തെ ശ്വാസകോശ അസുഖങ്ങൾ ഉണ്ടാവുകയും പിന്നീട് മാറുകയും ചെയ്തുള്ള ആളുകൾക്ക്, അഥവാ വരുതിയിൽ നിൽക്കുകയും ചെയ്യുന്ന ആൾക്ക്, ആസ്മ പോലുള്ള അസുഖങ്ങൾ ഓൾമോസ്റ്റ് നല്ല വരുതിയിൽ നിന്ന ആളുകൾക്ക് ഈ നീർക്കെട്ട് അടിയുന്നത് മൂലം, അഥവാ ശ്വാസനാളത്തിൽ നീർക്കെട്ട് അടിയുന്നത് മൂലം ഒന്ന് ഈ ആസ്മ വീണ്ടും വർദ്ധിക്കുന്നു. റിയാക്റ്റീവ് എയർവേ ഡിസ്ഫങ്ഷൻ എന്ന് പറയും. അത് വീണ്ടും വർദ്ധിക്കുന്നു. ചുമയായിട്ടും കുറുങ്ങലായിട്ടും എല്ലാം മിക്കവാറും പ്രസൻറ്റ് ചെയ്യുന്നു. ചെറിയ കിതപ്പ് വീണ്ടും അവർക്ക് അനുഭവപ്പെട്ടു തുടങ്ങുന്നു. അതെല്ലാമാണ് ഒരു വിഭാഗം അസുഖങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. ചുമയാണ് പ്രധാനപ്പെട്ട ഒരു, പ്രത്യേകിച്ച് അതിന് ശേഷം ചെറിയൊരു പനിയോ കഫക്കെട്ടോ വന്നു കഴിഞ്ഞാൽ പോലും ഈ ചുമ ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്നതായിട്ട് നമ്മൾക്ക് കാണാം. രണ്ടാമത് നമ്മൾ കണ്ടിട്ടുള്ള മറ്റൊരു പ്രശ്നം ഇൻഫെക്ഷനുകളാണ്. ഈ കോവിഡിന് ശേഷം ഉള്ള ആളുകൾക്ക് കൂടുതലും ഇൻഫെക്ഷനുകൾ വരാനുള്ള ഒരു ടെൻഡൻസി കൂടുതലായിട്ട് കാണുന്നു. വൈറൽ ഇൻഫെക്ഷൻസും മറ്റ് ഈവൻ പൾമണറി ആസ്പെർഗില്ലോസിസ് പോലുള്ള ഫംഗൽ ഇൻഫെക്ഷൻസ് വരാനുള്ള ടെൻഡൻസി, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരാനുള്ള ടെൻഡൻസി. അപ്പോൾ ഇൻഫെക്ഷനുകൾ നിയന്ത്രിക്കുക എന്നുള്ളത് ഇതിൽ വളരെയധികം നിർണായകമായിട്ടുള്ള ഒരു കാര്യമാണ്. വാക്സിനേഷനുകൾ, ഇൻഫ്ലുവൻസ, ന്യൂമോകോക്കൽ വാക്സിനേഷനുകൾ, കോവിഡിൻ്റെ കാലത്ത് നമ്മൾ എങ്ങനെയാണ് ഇൻഫെക്ഷൻ കൺട്രോൾ പ്രാക്ടീസസ് ചെയ്തത്, ചുമ മര്യാദകൾ പാലിച്ചിട്ടുള്ളത്, ഹാൻഡ് ഹൈജീൻ എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്, ഇതെല്ലാം ഈ കാലഘട്ടത്തിലും നമ്മൾ അതുപോലെ തന്നെ അനുവർത്തിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനെ അസുഖങ്ങളുള്ള ആളുകൾ ഒരു പബ്ലിക് സ്പേസിൽ പോവുകയാണെങ്കിൽ ഇപ്പോഴും ഒരു സർജിക്കൽ മാസ്കെങ്കിലും ഉപയോഗിക്കുന്നത് എപ്പോഴും നല്ലത് തന്നെയായിരിക്കും.
നമ്മൾ പക്ഷെ എല്ലാം നിർത്തിയല്ലേ ഒരു സമയം കഴിഞ്ഞപ്പോൾ, കോവിഡ് കഴിഞ്ഞപ്പോൾ? അതെ, ശരിയാണ്. അത് വളരെയധികം ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് മാസ്ക് ഇടുക എന്നുള്ളത്. എങ്കിൽ പോലും നമ്മൾ ചില കാര്യങ്ങളിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം ആവശ്യമാണ്. ഇതുപോലെ COPD-യോ ഇതുപോലെ ഇമ്മ്യൂണിറ്റി കുറയുന്ന ആളുകളൊക്കെ അറ്റ്ലീസ്റ്റ് അവരെങ്കിലും ഇതുപോലെ ഒരു പൊതുസ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ, പ്രത്യേകിച്ച് ഹോസ്പിറ്റലുകൾ പോലുള്ള സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഒരു മാസ്ക് ഇടുന്നതിൻ്റെ ആവശ്യകത ഇപ്പോഴുമുണ്ട്. കാരണം കോവിഡ് കഴിഞ്ഞ ആളുകൾക്ക് ഒരുപാട് പേർക്ക് ഈ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസും ഈ കുറുങ്ങൽ പോലെ റിയാക്റ്റീവ് എയർവേ ഡിസ്ഫങ്ഷൻസും ഒരു കാര്യമായിട്ട് കണ്ടുവരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പം നമ്മൾ ഈ ശ്വാസകോശ ബുദ്ധിമുട്ടുകൾ വരുമ്പോഴേ കൺസൾട്ട് ചെയ്ത് നമ്മളെ സിംറ്റംസ് പറയും. എന്നിട്ട് അതിൻ്റെ ഒരു ഡയഗ്നോസിസിലേക്ക് നമ്മൾ എത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ സുപ്രധാനമായിട്ടുള്ള ടെസ്റ്റുകളാണ് ചെയ്യണത്? നമ്മളത് പ്രധാനമായിട്ടും പല അസുഖങ്ങളുമായിട്ട് ബന്ധിപ്പിച്ച് പറയേണ്ടി വരും. എങ്കിലും വളരെ വളരെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു നീണ്ടു നിൽക്കുന്ന ഒരു ശ്വാസകോശ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾക്കൊരു ചെസ്റ്റ് എക്സ്റേ എടുക്കേണ്ടത് ആവശ്യമാണ്. ചെസ്റ്റ് എക്സ്റേ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു ഇൻഫെക്ഷൻ, ട്യൂബർക്ലോസിസ്, നമുക്കറിയാം ഇന്ത്യയിൽ ഒരുപാട് ക്ഷയരോഗികളുണ്ട്. അപ്പോൾ ട്യൂബർക്ലോസിസ് പോലുള്ള അസുഖങ്ങളുണ്ടോ, ഇനി ഡയബറ്റീസ് പോലുള്ള അസുഖങ്ങളുള്ള ആൾക്കാർക്കാണെങ്കിൽ ട്യൂബർക്ലോസ് എല്ലാം വരാനുള്ള സാധ്യത കൂടുതലാണ്. മറ്റ് ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടോ, ന്യൂമോണിയ, ഇപ്പോൾ ആളുകൾ പനിയൊക്കെ ആയിട്ടാണ് വരുന്നതെങ്കിൽ, പനിയും കഫക്കെട്ടും ചുമയൊക്കെ ആയിട്ടാണ് വരുന്നതെങ്കിൽ ന്യൂമോണിയ പോലുള്ള ഒരു അസുഖങ്ങളുണ്ടോ, ഇതെല്ലാം അറിയാൻ സാധിക്കും. ചില ആളുകൾക്ക് രക്തം ചുമച്ചു തുപ്പുന്ന ഒരു അസുഖമോ, ശരീരത്തിൻ്റെ ഭാരം കുറയുക, വിശപ്പില്ലാതിരിക്കുക, ഇങ്ങനെയുള്ള അവസ്ഥയായിട്ടായിരിക്കും വരുന്നത്. ഇത് പ്രധാനമായിട്ടും ഈ ക്ഷയരോഗവും ശ്വാസകോശ അർബുദവും ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം ആവാനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം നമുക്ക് ഒരു എക്സ്റേയിൽ നിന്നും അതിൻ്റെ പ്രാഥമിക നിഗമനത്തിലെത്താൻ സാധിക്കും. അതിനുശേഷം നമ്മൾക്ക് എന്താണ് അസുഖം എന്നതിനനുസരിച്ച് നമ്മൾക്ക് മറ്റ് പരിശോധനകൾ, ബയോപ്സി പരിശോധനയോ കഫ പരിശോധനകളോ ഇതെല്ലാം നമ്മൾക്ക് വേണ്ടി വന്നേക്കാം. നേരത്തെ സൂചിപ്പിച്ച പോലെ ആസ്ത്മ, COPD എന്നിവ പോലുള്ള അസുഖങ്ങളുടെ ഒരു സംശയമുണ്ടെങ്കിൽ, അതായത് നീണ്ടു നിൽക്കുന്ന ചുമ, കഫക്കെട്ട്, കുറുങ്ങൽ, കിതപ്പ് ഇങ്ങനെയെല്ലാം ഉണ്ടെങ്കിൽ നമുക്കൊരു ലങ് കപ്പാസിറ്റി ടെസ്റ്റ് അഥവാ പൾമണറി ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ലങ്സിൻ്റെ കപ്പാസിറ്റി എത്രയുണ്ട്, ശ്വാസനാളത്തിനുണ്ടാകുന്ന ചുരുക്കമാണോ, ശ്വാസകോശത്തിനുണ്ടാകുന്ന ചുരുക്കമാണോ, ഇതെല്ലാം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ ഏകദേശം സഹായിക്കുന്നു. മറ്റു ചില ചികിത്സാ രീതികൾ എന്തായാലും അഥവാ നിർണയ രീതികൾ, ഇപ്പോൾ ചില കേസുകൾക്ക് CT സ്കാൻ വേണ്ടി വന്നേക്കാം. ശ്വാസകോശാർബുദം പോലുള്ള അസുഖങ്ങൾക്ക് ബ്രോങ്കോസ്കോപ്പി പോലുള്ള ചില ചികിത്സ അഥവാ നിർണയ രീതികൾ വേണ്ടി വന്നേക്കാം. ഓരോ അസുഖങ്ങളനുസരിച്ച് വ്യത്യാസപ്പെടും. പ്രധാനമായിട്ടും ചെസ്റ്റ് എക്സ്റേയും പൾമണറി ഫങ്ഷൻ ടെസ്റ്റും ഒരു കാർഡിയോളജിസ്റ്റിന് ECG പോലെ ഒരു പൾമണോളജിസ്റ്റിന് അത്യാവശ്യമായിട്ടുള്ള ഒരു ചികിത്സാ നിർണയ രീതിയാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സാറിന് പറഞ്ഞു തന്നു. അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമുക്ക് പറഞ്ഞു തന്നത്. ഒരുപാട് സന്തോഷം നമ്മളുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തതിന്. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് അസ്.